ഹായ്, ഓടത്തി കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്വാദുള്ള ബീൻസ് കപ്പലണ്ടി തോരൻ ഉണ്ടാക്കാം. ഈ തോരനിൽ കപ്പലണ്ടിയുടെ ഫ്ലേവറും കൂടി ആകുമ്പോൾ പ്രത്യേക സ്വാദാണ്. ബീൻസ് കഴുകി വൃത്തിയാക്കി സൈഡിലത്തെ നാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്രഷ് ബീൻസാണ്, 1/4 കിലോ ബീൻസാണുള്ളത്. ക്യാരറ്റ് 2 എണ്ണം ചെറുത് തൊലി കളഞ്ഞു. ഇടത്തരം വലുപ്പത്തിലുള്ള സബോള എടുത്ത് വെച്ചിട്ടുണ്ട്. തോരനിലേക്ക് വേണ്ട പച്ചക്കറി ഇതൊക്കെയാണ്. പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം കപ്പലണ്ടിയാണ്. ഇത് പച്ചക്കപ്പലണ്ടിയാണ്, 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തോരനിൽ വേവിച്ചിട്ടാണ് ചേർക്കുക. കപ്പലണ്ടി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1/2 കപ്പ് വെള്ളം, കപ്പലണ്ടി മുങ്ങിക്കിടക്കണം അത്ര വെള്ളം ഒഴിച്ചു. ഒരു 3 മിനിറ്റ് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. ബീൻസ് ഇങ്ങനെ ചെരിച്ച് മുറിക്കാം, ജൂലിയൻ കട്ടായിട്ട് മുറിച്ചെടുക്കാം. ബീൻസ് ഇങ്ങനെയും ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാം. നുറുക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി സമയം വേണ്ടു. ഇപ്പോൾ 250 ഗ്രാം ബീൻസ് നുറുക്കി ഇത്ര വലുപ്പത്തിൽ ചെരിച്ച് ഒരേ കനത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. സബോളയും ക്യാരറ്റ് ചതുര കഷ്ണങ്ങളാക്കി, സബോള സാധാരണ തോരനിൽ നുറുക്കണ പോലെ ചെറുതായിട്ടും. വേവിച്ച കപ്പലണ്ടി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നാളികേരം 1 കപ്പ് കഷ്ണങ്ങളാക്കിയതാണ്. 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് ചതച്ചെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർക്കാം. സബോള നുറുക്കിയത് ഒന്ന് വഴറ്റണം. സബോളയുടെ പച്ചമണം മാറി സോഫ്റ്റ് ആവണം. നിറം മാറി വരും. ഇപ്പോൾ പാകത്തിന് വഴന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് പൊടികൾ ചേർക്കാം. ചതമുളകാണ് ഈ തോരനിലേക്ക് എടുത്തേക്കണേ. കൂടുതൽ അരിയുള്ള മുളകല്ല, അതുകൊണ്ട് 3 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളകൊന്ന് മൂത്ത് വന്നാൽ ബാക്കി കാര്യങ്ങളും ചേർക്കാം. ഇതിൽ ഒരുപാട് മസാലകളൊന്നും വേണ്ട, എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇനി നുറുക്കി വെച്ച ബീൻസ്, ക്യാരറ്റ്, കപ്പലണ്ടി വേവിച്ചത്, പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കാം. എല്ലാം യോജിപ്പിക്കാം. ഉപ്പും മുളകുമൊക്കെ പച്ചക്കറിയിൽ ചേരണ പോലെ ആക്കിയിട്ട് ഒന്നിങ്ങനെ അമർത്തി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്തു. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഉള്ളിലെ പച്ചക്കറിയൊക്കെ ആവി തട്ടി വെന്ത് വന്നോളൂ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. പകുതി വേവായി. ഒന്നും കൂടി ഇളക്കിയിട്ട് ഒരു 3 മിനിറ്റും കൂടി വേവണം. നടുവിലത്തെ വെള്ളം കുറച്ചും കൂടി വറ്റി വരണം. അടച്ചെന്നിരിക്കട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് വെന്തിട്ടുണ്ട്. എല്ലാം കൂടി പാകത്തിനായി, കുഴഞ്ഞിട്ടുമില്ല. ഇനി നാളികേരവും ജീരകവും ചതച്ചത് ചേർക്കാം. ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ടാവും ഈ തോരന്. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. കപ്പലണ്ടിയും ബീൻസും ക്യാരറ്റും ഒക്കെ ഹെൽത്തി ആണല്ലോ. കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. 250 ഗ്രാം ബീൻസാണ് എടുത്തത്. 6 പേർക്ക് നല്ലോണം കഴിക്കാനുണ്ടാവും ക്വാണ്ടിറ്റി. വേണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ തന്നെ വെച്ചിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം. പക്ഷെ ഇങ്ങനെ പച്ച നിറത്തിൽ പാകം വേവിൽ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഓഫ് ചെയ്യാം. ഇനി നല്ലൊരു മണത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. ഈ ചൂടിൽ തന്നെ ഇത്തിരി നേരം വയ്ക്കാം. പച്ച വെളിച്ചെണ്ണയുടെ നല്ല മണം അങ്ങനെ നിൽക്കും ഇതിൽ. അപ്പോൾ നല്ല മണവും ഗുണവും സ്വാദും ഒക്കെയുള്ള തോരനായി കഴിഞ്ഞു. ഒന്നിൻ്റെയും കൂടെ വേണമെന്നില്ല. ഈ തോരൻ തന്നെയായിട്ട് കഴിക്കാനും നല്ല സ്വാദാണ്. ഇഷ്ടമായ ഓടത്തി കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.